ദേണ്ടേ ആളുകള് കൊണ്ട് കേറുന്നത് കണ്ട ചെമ്മിന്റെ എണ്ണ ഒക്കെ കൂടിയല്ലോ. എത്രയും ഉണ്ട് ഇപ്പൊ? ഞാൻ എണ്ണട്ടെ, 1 2 3 6 ഒരെണ്ണം കൊണ്ടുവരാനുണ്ട്. അപ്പൊ ഇത് കാണുന്ന തന്നെ വലിയ സന്തോഷം എനിക്ക്. 2 പേർക്ക് കഴിക്കാവേ, ഞാൻ ഒറ്റക്കൊന്നും കഴിക്കത്തില്ല. ഇത് 2 പേർക്ക് കഴിക്കാവുന്ന ബിരിയാണിയാണ് ഒറ്റ പാത്രത്തിൽ കൊടുക്കുന്നത്. ഇപ്പോ ദിവസവും 8 ചെമ്പ് ബിരിയാണി പൊട്ടും. മട്ടനുണ്ട്, ചിക്കനുണ്ട്, ബീഫുമുണ്ട്. കട ഹിറ്റായതിൽ സനിക്ക് സന്തോഷവുമുണ്ട്. ഹായ്, നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കായംകുളത്താണ് കേട്ടോ. കായംകുളത്ത് റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഞാൻ ഒരു ബിരിയാണിയുടെ കട നിങ്ങൾക്ക് വേണ്ടി പറപ്പിച്ച് അങ്ങോട്ട് വിട്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു മാറ്റമാണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. കുറഞ്ഞ നാളുകളെ ആയിട്ടുള്ള ഒരു 3 മാസമായിട്ടുള്ള ആ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം. അപ്പം ഇപ്പം നമ്മുടെ ആ ഒരു കടയിൽ വന്നിട്ടുള്ള മാറ്റം, 2 പേർക്ക് കഴിക്കാവുന്ന ബിരിയാണി ഒറ്റ പൊതിയിലായിരുന്നു ഐക്ക വിറ്റോണ്ടിരുന്നത്. എന്തായാലും കായംകുളംകാർ കട കയറ്റി അങ്ങ് ഹിറ്റാക്കിയിട്ടുണ്ട്. ഇന്ന് 1 ചെമ്പിലല്ല ബിരിയാണി ചെയ്യുന്നത്. എനിക്ക് വയ്യ, ചെമ്മിന്റെ എണ്ണ ഒക്കെ കൂടിയല്ലോ. എത്രയും ഉണ്ട് ഇപ്പം? ഞാൻ എണ്ണട്ടെ, 1 2 3 6 ഒരെണ്ണം കൊണ്ടുവരാനുണ്ട്. അപ്പൊ ഇത് കാണുന്ന തന്നെ വലിയ സന്തോഷം എനിക്ക്. എങ്ങനെയുണ്ട് നമ്മൾ വന്നതിന് ശേഷം? എങ്ങനെയുണ്ട് നമ്മുടെ കച്ചവടം? നല്ല ഇതാണ്. ഇപ്പം ഇല്ലേ, കോഴിക്കോട് റഹ്മത്ത് ഹോട്ടലിന്റെ കാര്യം പറയുന്ന പോലെ അല്ലേ, അതുപോലെ തിരക്കല്ലേ? എത്ര ചെമ്പ് വെക്കുന്നുണ്ട്? ഇപ്പോഴ് ഒരു 650-700 എണ്ണം ദിവസം പോകുന്നുണ്ട്, ഓർഡർ കൂടാതെ. അന്ന് നമ്മൾ ഈ ഒരു ചെറിയ സെറ്റപ്പിലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ വലുതായിട്ട് വിപുലപ്പെടുത്തിയിട്ടുണ്ടല്ലേ. നമ്മുടെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു പച്ചക്കറി കച്ചവടം ഒക്കെ നിർത്തി 3 മുറിയിലും ബിരിയാണി കടയാണ്. എത്ര മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും? ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ 10:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. അത് മാത്രമല്ല, ചിക്കൻ ബിരിയാണി മാത്രമല്ല ഇപ്പൊ കൊടുക്കുന്നത് അല്ലേ? അല്ല, ഇപ്പൊ ചിക്കൻ, ബീഫ്, മട്ടൻ. ചിക്കൻ ഉണ്ട്, ബീഫ് ഉണ്ട്, മട്ടൻ ഉണ്ട്. എല്ലാ ദിവസവും ഉണ്ടോ? മട്ടൻ ഇന്നില്ല. പിന്നെ മട്ടൻ ഒരു ശകലം വിലയുടെ കൊണ്ട് എടുത്തില്ല. കാര്യം നല്ല കിട്ടിയില്ല, നമ്മൾ മേടിച്ച് കട്ട് ചെയ്യും. നമ്മളിപ്പം വീഡിയോ ചെയ്തിട്ട് എത്ര മാസമായെന്നറിയോ? കുറഞ്ഞ മാസങ്ങളെ ആയിട്ടുള്ളൂ അല്ലേ? 3 മാസമായില്ല. 3 മാസമായില്ല, 4 മാസമായി. 4 മാസം കൊണ്ടുള്ള മാറ്റമാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് കാണിക്കുന്നത്. കച്ചവടത്തിന് എന്റെ മോൻ എല്ലാരും ഉണ്ടല്ലേ? ഇതുവരെ ഇവിടുത്തെ കച്ചവടം. പേര് പറഞ്ഞോളൂ. പേര് പറ. മുഹമ്മദ് അയ്യാന്ന് പറ. പേര് പറ. കണ്ടോ? അപ്പം ശരിക്കും പറഞ്ഞാൽ സന്തോഷമുണ്ട്. അത് മാത്രമല്ല, നമ്മൾ പുതിയൊരു ബ്രാഞ്ചും കൂടെ തുടങ്ങുക അല്ലേ? ചാരുമൂട് എവിടെയായിട്ട് തുടങ്ങുന്നത്? ചാരുമൂട് സിഗ്നലിലെ ഇട സൈഡില്. ഇടത്തോട്ട് തിരിയുമ്പോൾ വലത്തെ സൈഡിലെ കട. വലത്തെ സൈഡില്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കടയൊക്കെ സെറ്റപ്പായി ഈ 2 പേർക്ക് കഴിക്കാവുന്ന ബിരിയാണിയാണ് ഇപ്പോഴും കൊടുക്കുന്നത്? ഇപ്പോഴും അന്നത്തേനോട് ഒരു മാറ്റമില്ല. ഞാനന്ന് എന്റെ വീഡിയോയിലൂടെ പറഞ്ഞൊരു കാര്യം എന്ന് പറയുമ്പോൾ 2 പേർക്ക് കഴിക്കാവുന്ന ബിരിയാണിയൊക്കെ കൊടുക്കുന്ന അതേപോലെ തന്നെ ഒരു മാറ്റം ഇതുണ്ടായിരുന്നു. ഞാൻ പിന്നീട് വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇവിടെ ഇല്ല റഹ്മത്ത് ഹോട്ടലിന്റെ അവസ്ഥയായിപ്പോ അല്ലേ? ഓക്കെ, അപ്പൊ ഐശ്വര്യമായിട്ട് കച്ചവടമൊക്കെ മുന്നോട്ട് പോട്ടെ. എന്തായാലും സന്തോഷം. 1 2 വേണ്ട പിടിച്ചോ, 3. അത് മാത്രമേ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ അല്ലേ? 2 അത് 2 ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. അന്ന് നമ്മൾ ചെയ്തിരുന്നെന്ന് പറഞ്ഞ ഒറ്റ ചെമ്പ് ബിരിയാണി ആയിരുന്നു അല്ലേ? ഇന്ന് നമ്മൾ ചെയ്യുന്ന ബിരിയാണിയുടെ ചെമ്പുകളുടെ എണ്ണമാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അത്രയ്ക്കും നാട്ടിൽ നല്ല അഭിപ്രായമായിട്ട് മാറുകയാണ് നമ്മുടെ കല്യാണ ബിരിയാണി. സന്തോഷം, എനിക്കാണ് സന്തോഷം കേട്ടോ കൂടുതലും. വരാനുണ്ട്. അപ്പോൾ ഒരാൾക്ക് ചോറെടുക്കുന്നൊന്ന് കാണിച്ചേ, കുത്തിക്കേ. അന്ന് കൊടുത്ത രീതി തന്നെ കൊടുക്കുന്ന കേട്ടോ, വേറെ കാര്യമൊന്നുമില്ല. വിലയൊന്നും കൂട്ടിയിട്ടൊന്നുമില്ലല്ലോ? ഇല്ലില്ല, ഒന്നുമില്ല. നമുക്ക് അന്നത്തെ വില, സാധനമൊക്കെ വില കൂടിയിട്ടും നമ്മൾ പിന്നെ എന്തോ വേണം പോരെ. അതുപോലെ ഇപ്പൊ അന്ന് ചിക്കൻ മാത്രമല്ല, ബീഫുണ്ട്, മട്ടൺ ഉണ്ടല്ലേ? മട്ടൺ. ചാരുമൂട് പുതിയ കടയും ഓപ്പൺ ആവുകയാണ് ഈ മാസം തന്നെ ഉണ്ട്. കൂടെ നിൽക്കുന്നത് മക്കളാണ് കേട്ടോ. ഒരു മോന് ഇവിടെ ഉണ്ട്. മോന് തൊട്ടടുത്ത് തന്നെ ഞാൻ അന്ന് ഒരു പച്ചക്കറി കച്ചവടമായിരുന്നു അല്ലേ? ഇപ്പൊ അത് നിർത്തി നമ്മൾ അങ്ങോട്ടും കൂടെ ഇരിക്കാനുള്ള സിറ്റിംഗ് കൂടെ ആക്കിയിട്ടുണ്ടല്ലേ? ഓ സന്തോഷം. ഇവിടെ ഒരാൾ ഇപ്പോൾ ഞാൻ വന്നപ്പോൾ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു. അവൻ ഇപ്പുറത്തെ കടല്ല, ഈ കടല്ല. അതെ അതെ അതെ. നമുക്ക് ആൾക്കാർക്ക് വേണ്ടി പാക്ക് ചെയ്ത് വെക്കുന്ന സെറ്റപ്പ് ഉണ്ട് നേരത്തെ അല്ലേ? അന്ന് പാക്ക് ചെയ്തോണ്ടിരിക്കുക. കാര്യം വന്ന് തിരുതി എല്ലാവരുടെ ക്യൂ നിൽക്കണ്ടല്ലോ. കണ്ട, ഇതാണ് സന്തോഷം. ഞാനിങ്ങനെ നോക്കുവായിരുന്നു, അണ്ണനെ കണ്ടില്ലല്ലോ. സമയത്ത് വരത്തില്ല. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? അപ്പൊ ഞാൻ അന്ന് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി വരുമ്പോഴേ എൻ്റെ അടുക്ക ഈ കടയെ കുറിച്ച് ഏറ്റവും കൂടുതൽ നല്ല അഭിപ്രായം പറഞ്ഞ ആദ്യത്തെ വ്യക്തി എന്ന് പറയുമ്പോൾ ചേട്ടനാ അല്ലേ? അല്ലേ? അതെ. പിന്നെ എന്തുണ്ട്, എവിടെ പോയിട്ട് വരുന്നു? കടയുടെ മാറ്റങ്ങളൊക്കെ ഉണ്ടോ? ആരുമുട്ടി വരണേ, നമ്മുടെ ആരുമുട്ടി വരണം. ഇപ്പം ബോർഡും ഒക്കെ അടിച്ച് അവിടെ പോയിട്ട് വരുവായിരുന്നു. ഓക്കെ, അങ്ങോട്ട് വരണം. നമ്മൾ അന്ന് പറഞ്ഞ പോലെ തന്നെ കട കയറി സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ അടിപൊളി. അത്രേ ഉള്ളൂ. ഓക്കെ. ബിരിയാണി കഴിച്ചോണ്ടിരുന്നപ്പോൾ എന്നെ കൈമുക്കി കാണിച്ചു. ബിരിയാണി ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എവിടുന്ന് വരുക? എവിടെ വീട്? എവിടെ? ചേരാവള്ളി ബിരിയാണി കഴിക്കാൻ വന്ന് വേണ്ട അവിടെ ചേച്ചിയും ഒക്കെ ഉണ്ട് അപ്പുറത്ത്. നല്ല ബിരിയാണി അല്ലായിരുന്നു?
സന്തോഷം. അപ്പോഴേ ഇവിടുത്തെ ബിരിയാണിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക, റൈസ് കൂടുതലായിരിക്കും. മറ്റേ ഒന്ന് നോക്കിയേ, പീസ് കണ്ടോണേ, പീസ് ഇങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ചേരാം. ഇത് ഒരാൾക്ക് കഴിക്കുന്ന ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അന്ന് നമ്മൾ ഈ കട നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുമ്പം ഈ ഒരു സെറ്റപ്പ് മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പം തൊട്ടപ്പുറത്തായിട്ട് പച്ചക്കറി കടയൊക്കെ മാറ്റി അതിലോട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന പറയുമ്പം മട്ടനുണ്ട്, ബീഫുണ്ട്, മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ. സന്തോഷം. ഞാൻ കഴിയാം ബിരിയാണി. നല്ല അസല് കല്യാണ ബിരിയാണി കേട്ടോ. കല്യാണത്തിന് ബിരിയാണി കഴിക്കത്തില്ലേ, ആ ഒരു ടേസ്റ്റിലാണ് ഇവിടുന്ന് ബിരിയാണി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കടകൾ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തും. അപ്പം അവിടെ നമ്മുടെ പ്രേക്ഷകർ വീഡിയോ കണ്ട് ചെന്നിട്ട് അവർക്ക് വീണ്ടും അവിടെ വരാനായിട്ട് തോന്നാനുള്ള കാരണം എന്താ അറിയോ, അവിടുത്തെ ഭക്ഷണത്തിൻ്റെ നല്ല ടേസ്റ്റ് ആയതുകൊണ്ടും സമീപനവും നല്ലതായതും ഒക്കെയാണ് തീർച്ചയായിട്ടും അവിടേക്ക് ആൾക്കാർ വരുന്നത്. ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ വന്നവർ വീണ്ടും വരുന്ന ഒരു സ്ഥാപനമാണ്. ദൂരെ നിന്നൊക്കെ ആൾക്കാരെ ഞാൻ ഇപ്പം പരിചയപ്പെട്ടു. അപ്പോൾ എല്ലാവരുടെയും ബൈറ്റ് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അവരൊക്കെ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നതാണല്ലോ, നമ്മൾ ബുദ്ധിമുട്ടിച്ച് വീഡിയോ ചെയ്യുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ 1-2 പേർക്കൊക്കെ അഭിപ്രായം ചോദിച്ചു. നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും. അതുപോലെ തന്നെ നല്ല റൈസും നല്ല രീതിയിലുള്ള മസാലയുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് നമ്മൾ ബിരിയാണി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഒരു ചെമ്പ് ബിരിയാണി ഉള്ളായിരുന്നു. ഇന്നിപ്പം റൗണ്ട് ചെയ്ത് ചെമ്പുകളിരിക്കുകയാണ്. ഒരു ചെമ്പ് തിരുമ്പോൾ അടുത്ത് പൊട്ടിക്കും. പിന്നെ പുതിയ കട ഇപ്പം ഓപ്പൺ ആവുകയാണ്. അപ്പോൾ ഇതൊക്കെ കാണാൻ കഴിയുന്നത് വലിയ സന്തോഷം. നമ്മുടെ ഒരു വരവിന് ശേഷം ഇത്രയൊക്കെ മാറ്റങ്ങൾ വരുമല്ലേ, സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ കടയുടെ പേരാണ് കല്യാണ ബിരിയാണി. ഇനി ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, കായംകുളക്കാർക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ തൊട്ടടുത്ത് തന്നെ. അപ്പോൾ എല്ലാവരും നല്ല തിരക്കിലാണ്. സ്റ്റാഫുകളുടെ എണ്ണമൊക്കെ കൂടിയിട്ടുണ്ട്. അന്നിക്ക് ഒറ്റയ്ക്ക് ഉള്ളായിരുന്നെങ്കിൽ ഇവരെല്ലാവരും ഇപ്പം കൂട്ടിനുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷം. കടയുടെ നല്ല വിജയത്തിൽ ഒരുപാട് സന്തോഷമുണ്ട്. മറ്റു കാഴ്ചയായിട്ട് അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാൻ. ഇത്രയും കാഴ്ച തീർക്കാനുണ്ട് കേട്ടോ.